തമിഴ്നാട് അതിർത്തി പ്രദേശമായ കടുക്കറ നെട്ട മേഖലയിലെ അത്യപൂർവ ഇനത്തിൽപ്പെട്ട പക്ഷികളുടെയും ജീവികളുടെയും സങ്കേതം കൂടിയാണ്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായ സുമേഷ് വെള്ളറടയും ജന്തുശാസ്ത്ര വിദഗ്ധനായ കുടപ്പനമൂട് രാജേഷും നടത്തിയ പഠനത്തിൽ അപൂർവ ഇനത്തിൽപ്പെട്ട നിരവധി പക്ഷികളെയാണ് കണ്ടെത്തിയത്. സഹ്യന്റെ അടിവാരവും കേരള തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളുമായ കടുക്കറ നേട്ട ഭാഗങ്ങളിൽ അത്യപൂർവ ഇനത്തിൽപ്പെട്ട പക്ഷികളുടെയും ജീവികളുടെയും സങ്കേതമാവുകയാണ്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായ സുമേഷ് വെള്ളറുടെയും ജന്തുശാസ്ത്ര വിദഗ്ധനായ കുടപ്പനമൂട് രാജേഷിന്റെയും തിരച്ചിലിൽ ദേശാടന പക്ഷികളായ ബ്ലിൽസ് റീഡ് വാർബ്ലർ, ഇന്ത്യൻ പാരഡൈസ് ഫ്ലൈ ക്യാച്ചർ, ബ്രൗൺ ബ്രസ്റ്റഡ് ഫ്ലൈ ക്യാച്ചർ, ജാക്കോബിൻ കുക്കു, ഗ്രേ ബെല്ലഡ് കുക്കു, ഇന്ത്യൻ പിറ്റ, കാട്ടുപക്ഷികളായ കോമൺ വുഡ് ഷ്രൈക്ക്, മലബാർ ഗുഡ് ഷ്രൈക്ക്, ഓറഞ്ച് മിനി വെറ്റ്, ബ്ലാക്ക് നൈറ്റ് മൊണാർക്ക്, വെൽവെറ്റ് ഫ്രണ്ടഡ് ന്യൂടാച്ച്, ബ്രൗൺ ക്യാപ്ഡ് പിഗ്മി വുഡ് പെക്കർ, വൈറ്റ് ബ്രോഡ് ഫാൻറ്റെയിൽ തുടങ്ങിയവരും ജനിതകമാറ്റം സംഭവിച്ച അപൂർവ ഇനം അണ്ണാറക്കണ്ണനെയും തവളയും ഉൾപ്പെടെ ഇവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു. നിരവധി ജീവജാലങ്ങളെ കൊണ്ട് വൈവിധ്യം കൊണ്ട് സമ്പുഷ്ടമാണ് ഈ നെട്ടയും അതിൻ്റെ പരിസര പ്രദേശങ്ങളും. ശരിക്കും ഇവിടെ ദേശാടന പക്ഷികളും ഇവിടെ കാട്ടുപക്ഷികളും ഇഷ്ടംമാതിരി എന്ത് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇതിൻ്റെ ചുറ്റുപാടും തന്നെ ഫോട്ടോസിനൊക്കെ നമുക്ക് നിരവധി സാധ്യതയുള്ളൊരു മേഖലയാണ്. അതായത് പക്ഷികൾ തന്നെ ദേശാടന പക്ഷികളായ ഇന്ത്യൻ പാരഡൈസ് ഫ്ലൈ ക്യാച്ചർ, ഇന്ത്യൻ പിറ്റ, അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഇഷ്ടംമാതിരി പക്ഷികൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ വന്നു പോകുന്നുണ്ട്. നമ്മുടെ ഈ പ്രദേശം തമിഴ്നാട് കേരള അതിർത്തിയാണ്. നമ്മുടെ വെള്ളറടയ്ക്ക് അടുത്ത് നെട്ട എന്ന പ്രദേശമാണ്. ഇവിടെ ജൈവ വൈവിധ്യത്തിൻ്റെ ഒരു കലവറ എന്ന് തന്നെ പറയാൻ കാരണം നമ്മുടെ ഈ പശ്ചിമഘട്ടം 1600 കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വര കൂടിയാണിത്. അപ്പോൾ ഒരുപാട് മൈഗ്രേറ്ററി ബേർഡ്സ് തന്നെ ഇവിടെ വരുന്നുണ്ട്. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ജനങ്ങളിൽ നിന്നുള്ള ഡിസ്റ്റർബൻസ് ഇവിടെ വളരെ കുറവാണ്. നമ്മൾ ഈ അടുത്ത് സുമേഷ് വെള്ളറുടെ ക്യാമറയിൽ പകർന്ന ഒരു അണ്ണാൻ, ഒരു നിറം വ്യത്യാസമുള്ള ഒരു അണ്ണാൻ, അത് നമ്മൾ സാധാരണ കാണപ്പെടുന്ന ഫീനാംബുലസ് പാമേറം എന്ന് പറയുന്ന നമ്മളെ ഇന്ത്യൻ പാംസ് കൊറൽ തന്നെയാണ്. അത് ആ ജീവിക്ക് സംഭവിച്ചത് ഒരു ജനിതക മാറ്റമാണ്. ല്യൂസിസം എന്ന് പറയുന്ന ജനിതക മാറ്റമാണ് ആ ജീവിക്ക് സംഭവിച്ചിട്ടുള്ളത്. ആ ജനിതക മാറ്റം വഴി അതിന് മെലാനോസൈറ്റ് എന്ന് പറയുന്ന സെല്ലുകളാണ് ശരീരത്തിന് നിറം കൊടുക്കുന്നത്. അപ്പോൾ ഈ ജീവികളിൽ ല്യൂസിസം എന്ന് പറയുന്ന ജനിതക പ്രതിഭാസമാണ് അതിൽ ഉണ്ടായിട്ടുള്ളത്. ഇത് ആൽബിനിസം എന്ന് പറയുന്ന ഒരു ജനിതക പ്രതിഭാസം കൂടെ ഉണ്ട്. ഇത് ആൽബിനിസം അല്ല. ആൽബിനിസം ആണെങ്കിൽ ആ ജീവിയുടെ കണ്ണിനും കൂടെ നിറവ്യത്യാസം വരുമായിരുന്നു. ഇത് കണ്ണിന് വ്യത്യാസമില്ല. ആൽബിനിസം കംപ്ലീറ്റ് ആയിട്ട് മെലനോസൈറ്റ് സിന്തസിസ് ചെയ്യില്ല. വളരെ ജൈവ വൈവിധ്യം കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ ഈ പ്രദേശം. കുട്ടികൾക്കും അതുപോലെ തന്നെ ബാഡ് വാച്ചേഴ്സ്, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാ പേർക്കും വളരെ സമ്പുഷ്ടമായിട്ടുള്ള ഒരു അവസരം നമ്മുടെ ഈ നെട്ടയിലുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഉരുളെടുത്ത സ്ഥലത്ത്